ഇളം തൂശനിലയിൽ ആവി പൊങ്ങുന്ന ചോറിനും തൊടുകറികൾക്കുമൊപ്പം ചെറു ചൂടോട് വിളമ്പുന്ന അവിയൽ ഏത് ഭക്ഷണപ്രേമിയുടെയും നാവിൽ വെള്ളമൂറാൻ അതിന്റെ മണം തന്നെ ധാരാളം. മലയാളിയുടെ പ്രിയപ്പെട്ട പച്ചക്കറി വിഭവങ്ങളിൽ ഒന്നാണല്ലോ അവിയൽ. സദ്യകളിലെ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകം. സദ്യക്ക് വിളമ്പുന്ന നല്ല ഒന്നാം തരം ഒരു അടിപൊളി അവിയൽ ഉണ്ടാക്കാം. കേരളത്തിൽ പലയിടത്തും പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഓരോ നാടിന്റെ രുചി അനുസരിച്ച് അവിയലിൽ ചേർക്കുന്ന പച്ചക്കറികൾക്കും മാറ്റമുണ്ടാകാറുണ്ട്. ചിലയിടങ്ങളിൽ തൈരൊഴിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റു ചിലർ വാളൻപുളി പിഴിഞ്ഞൊഴിച്ചും മാങ്ങ ചേർത്തും നാവിന്റെ രുചിമുകളങ്ങളെ ത്രസിപ്പിക്കും വിധം അവിയൽ തയ്യാറാക്കാറുണ്ട്. ഓണം, വിഷു, കല്യാണ സദ്യകളിലുമെല്ലാം തൂശനിലയുടെ അറ്റത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം കൂടിയാണ് അവിയൽ. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന അവിയലിന്റെ കാര്യം അറിയാലോ. കയ്യിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും അരിഞ്ഞുകൂട്ടും. എന്നാൽ സദ്യയിലെ അവിയലിന്റെ രുചി ഉണ്ടാകാറില്ല അല്ലേ? അവിയലിനായി ഞാൻ കുറച്ച് പച്ചക്കറികൾ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പ്രധാനമായും അവിയലിന് വേണ്ട കഷ്ണങ്ങളായ ചേന, ഏത്തക്കായ, ക്യാരറ്റ്, പടവലങ്ങ, മുരിങ്ങക്കായ, വെള്ളരിക്ക, പടവലങ്ങ, പയറ്, കോവയ്ക്ക, പിന്നെ ഒരു മാങ്ങയുടെ പകുതിയും വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി വൃത്തിയാക്കിയവ കഴുകി വെള്ളം വാർത്തിയെടുത്തിട്ടുണ്ട്. സാമ്പാറിന് പൊതുവെ ചതുര കഷ്ണങ്ങളാണെങ്കിൽ അവിയലിന് നല്ല നീളത്തിൽ ഒരേ കനത്തിൽ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുക്കണം. ഞാനിവിടെ എല്ലാ കഷ്ണങ്ങളും നീളത്തിൽ തന്നെ അരിഞ്ഞു മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ചേന അധികം കനമില്ലാതെ നൈസായി തന്നെ അവസാനം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചില നേരത്ത് ചേന തൊട്ടാൽ ചൊറിയും. അതുകൊണ്ട് ചേന എപ്പോഴും അവസാനം അരിയുന്നതാണ് ബുദ്ധി. അങ്ങനെ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം തന്നെ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അവിയലിനുള്ള അരപ്പിനായി അരമുറി വലിയ ഒരു തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിനായി 3 പച്ചമുളകും ഒരു 5-6 കുച്ചുള്ളിയും ചേർക്കാം. അവിയലിന്റെ അരപ്പിന് വെളുത്തുള്ളി ചേർക്കേണ്ടതില്ല കേട്ടോ. വെളുത്തുള്ളി ചേർത്താൽ ആ സ്വാദ് അങ്ങ് മാറിപ്പോകും. ഇനി എല്ലാ ഐറ്റംസും വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കി ചതച്ചെടുക്കണം. കണ്ടല്ലോ, അല്പം പോലും വെള്ളമില്ലാതെ അമ്മിയിലൊന്ന് ചതച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി അരപ്പ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു അടികട്ടിയുള്ള ഉരുളിയിലേക്ക് ആദ്യം തന്നെ നീളത്തിൽ നുറുക്കിയ മുരിങ്ങക്കായ ചേർക്കുന്നുണ്ട്. നീളത്തിലരിഞ്ഞ ചേനയും ഏത്തക്കായും വെള്ളരിക്കയും ചേർത്ത് കൊടുക്കാം. വേവ് കൂടുതലുള്ള പച്ചക്കറികൾ ആദ്യം തന്നെ ചേർക്കണേ. ഇനി കഷ്ണങ്ങളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് വിതറി കൊടുക്കാം. കഷ്ണങ്ങൾ വെന്തൊട്ടാതിരിക്കാനായി നല്ല നാടൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പിലയും വിതറിയ ശേഷം കൈകൊണ്ട് കഷ്ണങ്ങളിലേക്കെല്ലാം ഉപ്പും മഞ്ഞളും മുളകും എണ്ണയും തിരുമ്മി പിടിപ്പിക്കണം. നന്നായി തിരുമ്മി കൂട്ടി മിക്സ് ചെയ്തവയിൽ നിന്നും മുരിങ്ങാക്കോല് കഷ്ണങ്ങൾ കടിയിലിട്ട് മറ്റു കഷ്ണങ്ങൾ കൊണ്ട് മൂടി തട്ടിപ്പൊത്തിയ ശേഷം പച്ചക്കറികളിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത ശേഷം ഇളക്കേണ്ടതില്ല കേട്ടോ. കഷ്ണങ്ങളെല്ലാം ഒരു വാഴയിലയിട്ട് മൂടി അടപ്പിട്ട ശേഷം തീ മീഡിയത്തിലിട്ട് കഷ്ണങ്ങളെല്ലാം 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 5-6 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഉരുളിയുടെ അടി കൂട്ടി ഒന്ന് ഇളക്കി കൂട്ടിയ ശേഷം പാതി വെന്ത പച്ചക്കറികളിലേക്ക് 5-6 പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ നീളത്തിലരിഞ്ഞ പടവലങ്ങ, കോവയ്ക്ക, നീളൻ പയറോ ബീൻസോ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു പുളിക്കായി തൊലി കളയാതെ നീളത്തിലരിഞ്ഞ മാങ്ങയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വീണ്ടും വാഴയിലയും അടപ്പുമിട്ട് മൂടി ചെറുതീയിൽ 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ക്യാരറ്റ് ഇടുന്നത് റെക്കോർഡായില്ല കേട്ടോ സുഹൃത്തുക്കളെ. രണ്ടാമതായി ചേർത്ത കഷ്ണങ്ങൾക്ക് കൂടെ ക്യാരറ്റും ചേർക്കാൻ മറക്കല്ലേ. അങ്ങനെ വെള്ളമെല്ലാം നന്നായി വറ്റി കഷ്ണങ്ങളെല്ലാം കുഴഞ്ഞു പോകാതെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെന്ത കഷ്ണങ്ങളിലേക്ക് ചതച്ചു മാറ്റിവെച്ച അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അരപ്പ് ചേർത്തിളക്കിയ പച്ചക്കറികൾ ഒന്ന് തട്ടിപ്പൊത്തി വീണ്ടും അടപ്പിട്ട് മൂടി 2 മിനിറ്റ് ആ അരപ്പെല്ലാം ഒന്ന് വേവാനായി ഒന്ന് ആവി കയറ്റിയെടുക്കണം. 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി അരപ്പും പച്ചക്കറികളുമെല്ലാം അടി കൂട്ടി ഇളക്കിയെടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ചു വേണം ഇളക്കിയെടുക്കാൻ. പിന്നെ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാനും പാടില്ല കേട്ടോ. അങ്ങനെ അരപ്പ് ചേർത്ത് ഇളക്കിയെടുത്തവ വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തിയ ശേഷം അവസാനമായി അവിയലിന് മുകളിൽ 3 ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നല്ല ഫ്രഷ് കറിവേപ്പില കൈകൊണ്ട് തിരുമി അവിയലിലേക്ക് വിതറി കൊടുക്കാം. ഈ അവസാനം ചേർത്ത പച്ച വെളിച്ചെണ്ണയും ആവശ്യത്തിലധികം വരുന്ന കറിവേപ്പിലയുമാണ് അവിയലിന് അപാര സ്വാദ് നൽകുന്നത്. ഇനി സ്റ്റൗ ഓഫ് ആക്കാം. ഒരു 2 മിനിറ്റ് തീയില്ലാതെ അടപ്പിട്ട് അടച്ചു വെച്ചാൽ ആ കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും മണവും രുചിയും എല്ലാം അവിയലിലേക്ക് ആവാഹിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും അവിയലിലേക്ക് ചേർത്ത് ഇളക്കി മറിച്ചു കൊടുക്കണം. അപാര മണമാണ് പിള്ളേരെ, ഒരു രക്ഷയുമില്ല. അപ്പോൾ ഈ വിഷുവിന് എല്ലാ കൂട്ടുകാരും സദ്യ സ്പെഷ്യൽ അവിയൽ ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു രുചിയുമായി കണ്ടുമുട്ടാം. ബൈ ഫ്രം വിച്ചൂസ്.